വേദിയിലുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പ്രിയപ്പെട്ട പി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, എം ഹസൻ സാഹിബ്, ദീപാദാസ് മുൻഷി, ടി കെ കുഞ്ഞാലിക്കുട്ടി, എം കെ രാഘവൻ, ഇ ടി മുഹമ്മദ് ബഷീർ, എം പി അബ്ദുസമദ് സമദാനി, ഷാഫി പറമ്പിൽ, പ്രിയപ്പെട്ട കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ, PC വിശ്വനാഥ് MLA, EV മോഹനൻ, EV ഇബ്രാഹിം MLA, രാഹുൽ മാങ്കൂട്ടത്തിൽ, അഡ്വക്കേറ്റ് PM നിയാസ് തുടങ്ങി വേദിയിലെ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ വരുന്ന 26-ാം തീയതി നടക്കുന്ന ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായ എം കെ രാഘവൻ, ഷാഫി പറമ്പിൽ, ET മുഹമ്മദ് ബഷീർ, അബ്ദുസമദ് സമദാനി തുടങ്ങിയവരുടെ വിജയം ഉറപ്പുവരുത്തുന്നതിന് അവരെ വമ്പിച്ച ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ത്യയുടെ മതേതര ജനാധിപത്യത്തിന്റെ കാവലാളായ രാഹുൽജി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ സന്നിഹിതരായ ഐക്യജനാധിപത്യ മുന്നണി നേതാക്കളും ഒട്ടേറെയാണ്. അവരെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെ സംബന്ധിച്ചൊക്കെ വിശദമായ സംസാരം ഇവിടെ നടന്നതാണ്. ഇനിയും രാഹുൽജിയോടൊപ്പം ബഹുമാന്യരായ നേതാക്കൾ ഇവിടെ സംസാരിക്കാനുണ്ട്. ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം ഒരു പ്രസംഗമായി നീട്ടിക്കൊണ്ടുപോകുന്നില്ല. വളരെ വേഗം അവസാനിപ്പിക്കേണ്ട ഈ ചടങ്ങിൽ സ്വാഗത പ്രസംഗം ചെയ്യുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ ഇന്ന് കേരളത്തിന് അഭിമാനമായി കേരളീയ ജനാധിപത്യ മതേതര സമൂഹത്തിന് ആഹ്ലാദം നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട രാഹുൽജി അവർകൾ ഈ കോഴിക്കോട് കടപ്പുറത്ത് ജനാധിപത്യത്തിന്റെ തേരോട്ടം നടത്തിയിരിക്കുകയാണ്. ഇവിടെ സന്നിഹിതനായ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി അവർകളെ ഐക്യ ജനാധിപത്യ മുന്നണി കോഴിക്കോടിന് വേണ്ടി ഞാൻ ഹാർദമായി സ്വാഗതം ആശംസിക്കുകയാണ്. ഇവിടെ സന്നിഹിതനായ മതേതര കേരളത്തിന്റെ അനിശ്ചിതനായ നേതാവ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതനായ KPCC പ്രസിഡന്റ് ശ്രീ MM ഹസൻ അവർകളെ ഞാൻ ഐക്യജനാധിപത്യ മുന്നണി കോഴിക്കോടിന് വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് PD സതീശൻ അവർകളെ ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊക്കെ പ്രിയങ്കരനായ കോഴിക്കോട്ടുകാരുടെ എന്നും തോഴനായ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല അവർകളെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി, ജനാധിപത്യ കേരളത്തിന്റെ അനിഷേധ്യനായ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവർകളെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതനായ PC വിശ്വനാഥ് MLA, PV മോഹനൻ, ദീപാദാസ് മുൻഷി, TV ഇബ്രാഹിം MLA, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയവരെയും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന ET മുഹമ്മദ് ബഷീർ സാഹിബ്, പൊന്നാനി ലോക്സഭാ നിയോജകമണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഡോക്ടർ അബ്ദുസമദ് സമദാനി, കോഴിക്കോട് പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന നമ്മുടെ അഭിമാനമായ പ്രിയപ്പെട്ട MK രാഘവൻ, വടകര പാർലമെന്റിൽ തരംഗം സൃഷ്ടിച്ച പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ, നമുക്കേവർക്കും പ്രിയങ്കരനായ ഇന്ത്യൻ ജനാധിപത്യത്തിന് കേരളത്തിന്റെ സംഭാവന, കേരളീയ സമൂഹത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അഭിമാന തിലകം ചാർത്തിയ ശ്രീ KC വേണുഗോപാൽ, ഇവിടെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ,
കോഴിക്കോട് പാർലമെന്റ് നിയോജകമണ്ഡലം ഐക്യജനാധിപത്യ മുന്നണിയുടെ ജനറൽ സെക്രട്ടറി KPCC ജനറൽ സെക്രട്ടറി കൂടിയായ PM നിയാസ് തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ട നേതാക്കന്മാർക്കെല്ലാം ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. വേദിയിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്, ഉമർ പാണ്ഡികശാലയുണ്ട്, EK ഫിറോസ് ഉണ്ട്, MA റസാഖ് മാസ്റ്റർ ഉണ്ട്, തുടങ്ങി അഡ്വക്കേറ്റ് ജയന്ത് ഉണ്ട്, അതുപോലെ N സുബ്രഹ്മണ്യൻ ഉണ്ട്, തുടങ്ങിയ ഒരുപാട് നേതാക്കൾ ഈ വേദിയിൽ സന്നിഹിതരായിട്ടുണ്ട്. അവരെയൊക്കെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു ചെറിയ ദിവസത്തെ വിളികൊണ്ട് ഇത്ര വലിയ ഒരു പാരാവാരം ഈ അറബി കടലോരത്ത് തയ്യാറാക്കാൻ ഇവിടെ ഓടിയെത്തിയ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരായ സഹോദരി സഹോദരന്മാരെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നമുക്കൊക്കെ ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥി, നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രതീക്ഷ, ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകമായി വരാനിരിക്കുന്ന നാളുകളിൽ മതേതര ഭാരതത്തെ നയിക്കാൻ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന, ഈ ഇന്ത്യ മഹാരാജ്യം പ്രതീക്ഷിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധി അവരുകളെയും ആർദ്രമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ സന്നിധരായ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥികൾ, കോഴിക്കോട് പാർലമെന്റ് സ്ഥാനാർത്ഥി MK രാഘവൻ, മലപ്പുറം പാർലമെന്റ് സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ, വടകര പാർലമെന്റ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ, പൊന്നാനി പാർലമെന്റ് സ്ഥാനാർത്ഥി അബ്ദുൽ സമദ് സമദാനി തുടങ്ങിയ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മഹാസമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നതിന് കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ അവരുകളെ ഹാർദമായി ക്ഷണിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്.